ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മോള് ചോദിച്ചു, അച്ഛന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉള്ള അവകാശം എന്തെന്ന് നമ്മട്ട് തന്നെയാണ് ചോദിച്ചത്. അപ്പം ഞാൻ മനസ്സിൽ കുറിച്ചിട്ട മറുപടി എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ശ്രീരാമന്മാരെയും ലക്ഷ്മണന്മാരെയും അതുപോലെ തന്നെ സീത എല്ലാം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ഞാനിവിടെ വരാൻ, എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഇത് രാമായണ മാസം, കർക്കിടകം. നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മാസം. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്കിവിടെ വരാനുള്ള ഒരു ധർമ്മം അല്ലെങ്കിൽ അധികാരമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞേ കിടക്കാം, ഓരോ ദിവസവും എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവരിൽ തന്നെ ഈ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പല വേദിയിലും പറയാറുണ്ട്, ഇപ്പോഴും ഇവിടെ തന്നെ ദൈവങ്ങളുമുണ്ട്, ഇവിടെ തന്നെ അസുരന്മാരുമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയം ഒരു പുഷ്പാസ്വാമി ഉണ്ടായിരുന്നു. ഒറ്റത്തടിയായിട്ടൊരു ജീവിതം, ഏകദേശം 70 വയസ്സിനോടടുത്ത് പ്രായം. ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചാണ്. അതും യാദൃശ്യമായി. സ്തനാർബുദം ബാധിച്ച രോഗിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ്, എനിക്ക് ഡോക്ടർ ചികിത്സ മതി. തിരുവനന്തപുരത്ത് വന്നു. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഒറ്റമുറി, ആ മുറിയിൽ താമസം, സ്വയം പാചകം ചെയ്യുന്നു, അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരമ്മ. ബന്ധുക്കളില്ല, സത്യം പറഞ്ഞാൽ ആരുമില്ല എന്ന് വേണം വിശേഷിപ്പിക്കാം. വരുമാന മാർഗങ്ങളില്ല. ആരോ അറിഞ്ഞു നൽകുന്ന ഒരു 500 രൂപ, ആ 500 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പാലും ആരൊക്കെയോ നൽകുന്ന അരിയുമൊക്കെ ആയിട്ട് കഞ്ഞി വെച്ച് ജീവിക്കുന്ന ഒരമ്മയാണ്. ചികിത്സയുടെ സഹായം പലപ്പോഴും ഞങ്ങൾക്ക് നൽകേണ്ടി വന്നു. അവസാനം ആ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ ഒരു കിഴി തന്നു. ആ കിഴി തന്നിട്ട് പറഞ്ഞു, ഇതിൽ കുറച്ച് തുകയുണ്ട്, ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിയുടെ ചികിത്സക്കായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആ അമ്മ എന്നേക്കുമായി കണ്ണടച്ചു. എനിക്ക് തോന്നുന്നത് കോടികൾ സംഭാവനയായി നൽകുന്ന പ്രമുഖരാണോ അതോ ഈ അമ്മയാണോ നമ്മുടെ മുമ്പിലെ ദാതാവ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ആലോചിക്കേണ്ടി വരും. അതാണ് ഒരമ്മ. നേരത്തെ സ്വാമിജി പറഞ്ഞപ്പോഴത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത് ഇതേപോലെ മറ്റൊരു കഥയാണ്. എല്ലാ ദിവസവും ഒരു 5-5:30 ആകുമ്പോൾ ഞങ്ങളുടെ OP-യിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയും, എനിക്ക് പെട്ടെന്ന് പോകണം. കാരണം അദ്ദേഹത്തിൻ്റെ തൊഴിൽ മീൻ പിടിക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വീട്ടിലെത്തണം. രാത്രി മീൻ പിടിക്കാൻ പോകണം. രാവിലെ തിരികെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കുശല മട്ടിൽ തന്നെ ചോദിച്ചു, താങ്കൾ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പോകും? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കൂട്ടമായിട്ടാണ് പോകുന്നത്, ഒറ്റയ്ക്കല്ല, പല വള്ളങ്ങളിൽ പല ബോട്ടുകളിൽ ഞങ്ങൾ പോകും.
ഞങ്ങൾ എന്നിട്ട് പല സ്ഥലത്തേക്ക് പോകും. കടലിൽ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല, പല സ്ഥലത്ത് പോകും. അവിടെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പറ്റം മീനുകൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ മറ്റുള്ളവരെ വിവരം അറിയിക്കും. ഇവിടെ ധാരാളം മീനുണ്ട്, ഇവിടെ വന്ന് മീൻ പിടിക്കാം. അപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, അതെന്തിനാണ് അവരെയൊക്കെ അറിയിക്കാൻ പോകുന്നത്? സ്വയം പിടിച്ചു അങ്ങ് പോകുന്ന പോലെ കിട്ടുന്ന മീൻ മുഴുവൻ നമുക്ക് കിട്ടും, പിന്നെ എന്തിനാണ് വേറെ ആളെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ബാക്കി മീൻ പിടിപ്പിക്കുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഈ തരുന്ന മീനെല്ലാം എനിക്ക് അവകാശപ്പെട്ടതല്ല, അല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ഇതെല്ലാം കടലമ്മ കനിഞ്ഞു തരുന്നതാണ്, അതായത് പ്രകൃതി കനിഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും തുല്യ അവകാശം. അതുമാത്രമല്ല, ഞങ്ങൾ ഈ നടുക്കടലിലാണ്. ഏത് നിമിഷവും ഞങ്ങൾക്ക് അപകടം സംഭവിക്കാം, ഞങ്ങൾ മരിക്കാം. അതും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ധർമ്മമാണ്, ആവശ്യമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ കര തൊടുമ്പോൾ ഇതേ മനസ്സ് തന്നെയായിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും അല്ല. കര തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറും. കര തൊട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാവരും എനിക്ക് അവകാശപ്പെട്ടാണ്, എനിക്ക് മാത്രം, എനിക്ക് സ്വന്തം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം. അതിനപ്പുറമുള്ള ചിന്താഗതി ഉണ്ടാവില്ല. അതിന് കാരണം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഞങ്ങൾ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വേറെയാണ്. മറിച്ച് കര തൊടുമ്പോൾ ആ ഭീതി ഞങ്ങളുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആവുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു വലിയ തത്വമാണത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധവും അത് തന്നെയാണ്. ഒരുപക്ഷെ സ്വാമി നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് വയനാട്ടിലെ ദുരന്തം കാണുമ്പോൾ നമുക്ക് ഒരു രാത്രി ഉറക്കമുണ്ടാവില്ല, 2 രാത്രി നമ്മൾ ചിലപ്പോൾ ഉറങ്ങില്ല. പക്ഷേ നമ്മൾ വീണ്ടും നമ്മൾ തന്നെയാവും. വീണ്ടും നമുക്കിതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സുമായിട്ടാണ് വീണ്ടും നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അതിന് പലപ്പോഴും ഉദാഹരണം നമ്മൾ കാണിക്കാൻ സാധിക്കും. നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ, അമിത വേഗത്തിൽ പോകുന്ന വണ്ടി, നമ്മൾ വഴിയിലൊരു ആക്സിഡൻറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ ഒരു 1-1.5 മണിക്കൂർ നേരത്തേക്ക് വേഗത കുറച്ച് ഓടിക്കും. പക്ഷെ നമ്മളത് മറക്കും, വീണ്ടും നമ്മൾ പഴയ വേഗത്തിൽ തന്നെ. ഇതാണ് മനുഷ്യ മനസ്സുകൾ. ആ മനുഷ്യ മനസ്സുകളെ ആവോളം കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, അനുഭവങ്ങളും. അതുകൊണ്ട് ഇവരെല്ലാവരും എന്നും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് രാമായണം എന്ന് പറയുമ്പോൾ. കഥകൾ കേട്ടിരിക്കുന്ന പലപ്പോഴും അമ്മയുടെ മടിയിൽ കിടന്ന് കുട്ടിക്കാലത്തായിരിക്കാം, അല്ലെങ്കിൽ മലയാളം പഠിക്കാൻ വേണ്ടി സാനുമാഷ്ട ക്ലാസ്സിലിരുന്ന് കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കാം. പക്ഷേ ജീവിക്കുന്ന ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ സ്വാമിജി പറഞ്ഞ ഓരോ വാക്കും അർത്ഥവത്താണ്. അതിൽ ഓരോ വാക്കും ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. സ്വാമിയുടെ പ്രസംഗം നിർത്തേണ്ട ആവശ്യമില്ലാതെ കുറച്ച് നേരം കൂടെ കേൾക്കാൻ ഞാൻ തീർത്തും തയ്യാറായിട്ട് തന്നെയാണ് ഇരുന്നത്. ഞാൻ 2ാം ഭാഗത്ത് നിന്ന് തുടങ്ങാം. നമ്മുടെ ആരോഗ്യം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷകളിലും നമ്മുടെ സക്സസ്ഫുൾ ലൈഫ്, ജീവിത വിജയം നേടിയവർ, നമ്മൾ അഭിമാനിക്കുന്നവർ, അവരിലൊക്കെ ഒതുങ്ങിത്തീരുകയാണ് നമ്മുടെ കുട്ടികൾ. അവിടെ ഞാൻ എന്നും എൻ്റെ ബാല്യകാലം എൻ്റെ മനസ്സിൽ തിരിഞ്ഞു വരും. അത് ആസ്വദിച്ച് ജീവിച്ചൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ 100% ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അവിടുത്തെ ജീവിതം ഇന്നും ഓരോ നിമിഷവും എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ നിമിഷവും. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നുണ്ടോ എന്ന് മാത്രം തിരിഞ്ഞാലോചിച്ചാൽ മതി. നമ്മൾ നൽകുന്നില്ല, നൽകാൻ നമുക്ക് സമയവുമില്ല, നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ വരും തലമുറ നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലയിൽ ഞാൻ പറയാം, ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ആരോഗ്യമില്ലാത്ത ഒരു മേഖല എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് കോവിഡും നിപ്പയും
ഡെങ്കി ഒന്നും വേണ്ട, അല്ലാതെ തന്നെ. ഞാൻ എൻ്റെ മേലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും വരുമ്പോൾ പറയും ഓരോ വീട്ടിലുമുള്ളൊരു അസുഖം ക്യാൻസർ. ശരിയാണ്, ഓരോ വീട്ടിലുമുള്ള അസുഖം. അതൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതിനേക്കാൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് പണ്ട് 50 വയസ്സല്ല 60 വയസ്സിന് മുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന പല ക്യാൻസറുകളും ഇന്ന് 18 വയസ്സ് 20 വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ക്യാൻസറുമായിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് തോന്നും എവിടേക്കോ നമുക്ക് ഈ തെറ്റുകൾ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ വർഷത്തെ കണക്ക് വരുമ്പോഴും നമ്മൾ കൂടി വരുന്ന കണക്കുകളാണ്. കൂടി വരുന്ന കണക്കുകൾ നമ്മുടെ ഇപ്പോഴത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് കേരളത്തിൽ 107 പരം ക്യാൻസർ രോഗികളായിട്ടാണ്, പുതിയ ക്യാൻസറുകളുമായിട്ടാണ്. അതേപോലെ എല്ലാ ജീവിതശൈലി രോഗങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ ഡയബറ്റീസിൻ്റെ തലസ്ഥാനം നമ്മൾ വിശേഷിപ്പിക്കുക കേരളമാണ്. കൊച്ചു ചെറുപ്പക്കാരിൽ വരെ പ്രഷറിൻ്റെ അസുഖമായിട്ടും 20 വയസ്സിലും 30 വയസ്സിലുമൊക്കെ ഹൃദയാഘാതമായിട്ട് ചെറുപ്പക്കാർ മരിക്കുന്നതൊക്കെ നമ്മൾ വായിച്ച് തള്ളുകയാണ്. അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ക്യാൻസർ മാത്രമല്ല, എല്ലാ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരുമ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മുടെ ജീവചര്യയിൽ വരുന്ന മാറ്റങ്ങളാണ്, ജീവിതശൈലി മാറ്റങ്ങളാണ്. അതിലുള്ളൊരു തിരിച്ചറിവ് കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടി ചിലവാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണക്കുകളിലൊക്കെ എടുക്കുമ്പോൾ ഇതിന് പലതിനും കാരണക്കാരെന്ന് പറയുന്നത് അമിതവണ്ണമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് സൂചിപ്പിക്കുന്നത് അതാണ്. അതായത് ശരാശരി അമിതവണ്ണം കൂടിക്കൂടി വരികയാണ് എല്ലാവരിലും, പുതിയ തലമുറയിൽ. എന്തുകൊണ്ട് എന്ന ചോദ്യം പലപ്പോഴും വരും. വൈ? അവിടെയാണ് സ്വാമിജി പറഞ്ഞ 1-2 കാര്യങ്ങൾ പ്രസക്തമാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. എൻ്റെ പ്രായത്തിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഞങ്ങളെയൊക്കെ അച്ഛനും അമ്മയും ആഹാരം തരാൻ കൊണ്ടുപോകുമ്പോൾ പാട്ടുപാടിയും കഥകൾ പറഞ്ഞും തുമ്പികളെയും പക്ഷികളെയും കാണിച്ച് ഓരോ ഉരുള ഉരുട്ടി വായിൽ വെച്ചുകൊണ്ടാണ് തന്നിരുന്നത്. ഇന്ന് ഒരമ്മയ്ക്കും അതിനുള്ള സമയമില്ല, ഒരച്ഛനും അതിനുള്ള സമയമില്ല. നമ്മൾ കണ്ടുപിടിക്കുന്ന എളുപ്പമായ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഫോണുണ്ടാവും, ഒരു ടാബ് ഉണ്ടാവും. ആ ടാബ് കൈ കൊടുക്കുക, ഫോൺ കൈ കൊടുക്കുക, പാത്രം മേശപ്പുറത്ത് വെച്ച് കൊടുക്കുക. എന്ത് കഴിക്കുന്നു എന്നോ എന്തുമാത്രം കഴിക്കുന്നു അറിയാതെ ആ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും തമാശ തോന്നാറുണ്ട്. രാവിലെ ഒപ്പിൽ വരുന്ന കുട്ടിയോട് ചോദിക്കുകയാണ്, നീ ഇന്ന് രാവിലെ എന്ത് കഴിച്ചു? അറിയില്ല. അതിന് അമ്മയുടെ മുഖത്തേക്ക് നോക്കും, എന്ത് കഴിച്ചു അറിയില്ല. കാരണം അവൻ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ടി വിയിലായിരിക്കും എൻ്റെ കണ്ണ് മുഴുവൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിക്കുന്നു എന്നോ എങ്ങനെ കഴിക്കുന്നു എന്നോ എത്രമാത്രം കഴിക്കുന്നു അറിയാതെ ഇവർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ഫലമാണ് ഒബിസിറ്റി. അതുപോലെ തന്നെ വ്യായാമം മറന്നുപോയ ഒരു തലമുറയും. ഇന്ന് ഒളിമ്പിക്സിൽ ആര് ജയിക്കും, അല്ലെങ്കിൽ ആര് 100 മീറ്റർ ജയിക്കും, നമുക്ക് എല്ലാവർക്കും കാണാൻ രസമാണ്. പക്ഷേ ഒരു പ്രൊഫഷന് വേണ്ടിയല്ലാതെ കളിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞവരെയാണ്. പണ്ടങ്ങനെയല്ല. പണ്ട് 4 മണി കഴിഞ്ഞാൽ 6-6:30 മണി വരെ കളി എന്നാണ് നമ്മുടെ കളി തന്നെയാണ്. വെക്കേഷനുകൾ കളിയാണ്. ഇന്ന് വെക്കേഷൻ കളിയല്ല, ഇന്ന് വെക്കേഷനുകൾ അടുത്ത വർഷത്തേക്കുള്ള പഠനമാണ്, എൻട്രൻസിനുള്ള പഠനമാണ്. അങ്ങനെ കളിക്കാൻ മറന്നുപോയ കുട്ടികൾ, ഈ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് മുമ്പിൽ വരുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ഒബീസിറ്റി.
അതിൻ്റെ പരിണത ഫലം നിങ്ങൾ അറിയണം. എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ 2.5 മടങ്ങ് സാധ്യത ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാനായിട്ട്. അതേപോലെ തന്നെ പ്രഷറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാനായിട്ട്. ഭാവിയിൽ 8.5 മടങ്ങ് സാധ്യത പ്രഷർ പ്രശ്നങ്ങളുണ്ടാകാനായിട്ടും 10% സാധ്യത ഭാവിയിൽ ഷുഗറുകൾ ഉണ്ടാകാനായിട്ടും. ഒന്ന് ആലോചിച്ചാൽ മതി, വേർ വി റീച്ച്, നമ്മളെവിടെ എത്തുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞങ്ങൾ എന്നും കാണുന്നൊരു കാര്യം കൂടിയുണ്ട്. 2 ഭാഗം എന്ന് പറയാം, ഒന്നല്ല 2 ഭാഗം. 30-35 വയസ്സാകുമ്പോഴത്തേക്കും നട്ടെല്ലിൽ വേദന, കഴുത്ത് അനക്കാൻ വയ്യ, അല്ലെങ്കിൽ അത്തരം രോഗങ്ങൾ. പണ്ട് ഒരു 70-75 വയസ്സായാലും നമുക്കില്ല. കാരണം നമ്മൾ കുനിഞ്ഞും നിവർന്നും നടന്നും എല്ലാം ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് എല്ലാം മെക്കനൈസ്ഡ്. നമുക്ക് അരി ഉഴുന്ന് വരയ്ക്കണ്ട, നമുക്ക് തേങ്ങ പൊതിക്കണ്ട, നമുക്ക് മുമ്പിൽ നിന്ന് കണ്ടാൽ മാത്രം മതി. അതും പ്രധാനമായിട്ടും സ്ക്രീനിൽ കണ്ണും നട്ടിരിക്കുന്ന മണിക്കൂറുകൾ. അത് അവസാനം എത്തിക്കുന്നത് 40-45 വയസ്സാൽ 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കും വയ്യ, നടുവേദന, കഴുത്ത് വേദന, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനേക്കാൾ ഉപരി മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് കോമ്പറ്റീഷൻ. നമുക്ക് നമ്മുടെ മകനേക്കാൾ മറ്റേ മകന് മാർക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് മോശം. അതുകൊണ്ട് അവനെ കൂടെ പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കണം. ഇങ്ങനെ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അനുഭവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതിൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ 35-40 വയസ്സാകുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ജീവിതം മടുത്തു, പ്രൊഫഷൻ മടുത്തു, ആത്മഹത്യകളാണ്. ഇതെല്ലാം നമ്മൾ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു കൂട്ടുകുടുംബം, അവിടെ ആ കുടുംബത്തിൽ നമ്മൾ അംഗമായിട്ട് ജീവിക്കേണ്ടി വരും, പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും. യു ഹാവ് ടു ഗോ ഫോർ കോംപ്രമൈസ് എന്നാണ് പറയാം. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് മകനൊരു മുറി, സ്വന്തമായിട്ട് മുറി, മകൾക്ക് സ്വന്തമായിട്ട് മുറി, സ്വന്തമായിട്ടൊരു TV മുറിയിൽ ഒരു വണ്ടി സ്വന്തം. ഇങ്ങനെ വളർന്നു വരുമ്പോൾ അവൻ്റെ മുമ്പിൽ മറ്റൊന്നുമില്ല. അവൻ പ്രശ്നങ്ങളൊന്നും അറിയാതെ വളരുകയാണ്. എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിയില്ല, ധൈര്യമില്ല, തൻ്റെ ഇടമില്ല. നമ്മളും ഇതുപോലെ കുട്ടിക്കാലത്ത് വളർന്നു വന്നത് തന്നെയാണ്. നമ്മുടെ മുന്നിൽ ഈ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമേ അല്ല. കാരണം നമ്മൾ ഇതിനേക്കാൾ 10 മടങ്ങ് പ്രശ്നത്തിൽ നമ്മൾ വളർന്നു വന്നവരാണ്. ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ അതിന് പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാറുണ്ട്, കളിക്കുന്ന കുട്ടികൾ, സ്പോർട്സ്. എൻ്റെ മൂത്ത മകൻ കളിക്കുമായിരുന്നു, ഷട്ടിൽ കളിക്കുമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം അവന് കോർട്ടിൽ നിന്ന് കളി തോറ്റപ്പോൾ കോർട്ടിൽ നിന്ന് കരഞ്ഞു, തോറ്റതിൻ്റെ സങ്കടം കരഞ്ഞു. എല്ലാവരും സമാധാനിപ്പിച്ചു. 2ാം വട്ടം തോറ്റപ്പോൾ അവൻ കരഞ്ഞില്ല, കയറി വന്നു. 3ാം വട്ടം തോറ്റപ്പോൾ അവൻ നെറ്റിൻ്റെ അടുത്ത് പോയി എതിരാളിക്ക് കൈ കൊടുത്ത് ഗുഡ്, കൺഗ്രാറ്റ്സ് അതൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ദാറ്റ് ഈസ് ദ മെച്യൂരിറ്റി. നമുക്ക് ആവശ്യം അതാണ്. അതായത് മറ്റൊരാളുടെ ഉയർച്ച അതിൽ സന്തോഷിക്കാനും അവരെ അഭിനന്ദിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും മാറും. നമുക്കില്ലാതെ പോകുന്നത് തന്നെയാണ്. ഞാനൊരിക്കലും എഴുതിയിട്ടുണ്ട്, മലയാളി മറന്നുപോലെ ചിരിക്കാനാണ്. ഞാൻ അതിനൊരു ഉദാഹരണം കണ്ട്, ഞാനിതുപോലെ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ രാവിലെ ഒരു പരിചയമില്ല വഴിയിലൊന്നും, പക്ഷേ അവർ നമ്മളെ കണ്ടാൽ ചിരിക്കും, കൈവീശി കാണിക്കും. ഇവിടെ നമുക്ക് പരിചയമുള്ളൊരു വ്യക്തി പോലും നമ്മളെ കണ്ടാൽ ചിരിക്കില്ല. നമുക്ക് ആ മനസ്സില്ല. ആ മനസ്സിൽ നമ്മൾ മാറി പോവുകയാണ്. ഇതെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ എൻ്റെ മേലേക്ക് നിന്ന് തിരികെ വരികയാണ്. ക്യാൻസർ കൂടി വരികയാണ്, അല്ലെങ്കിൽ ജീവശൈലങ്ങളെല്ലാം കൂടി വരികയാണ്. അപ്പം നമുക്ക്
ക്യാൻസർ വന്നാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ? നിങ്ങൾ പലപ്പോഴും പല വട്ടവും ഞാൻ ചോദിക്കുന്ന ചോദ്യം അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അതിനപ്പുറം നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാലത്തും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അതല്ല പ്രധാനം. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇതിനെല്ലാം, അത് ക്യാൻസർ എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല, ജീവശരീര രോഗങ്ങളെല്ലാം നമുക്ക് തടയാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. നമുക്ക് പ്രാരംഭദശയിൽ കണ്ടെത്താൻ സാധിക്കുന്ന മാർഗങ്ങളുണ്ട്. ഇത് രണ്ടും പറയാതെ, ആലോചിക്കാതെ അസുഖം വന്നാൽ ഞാൻ ചികിത്സിക്കാൻ തയ്യാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികളായിരിക്കും. ഞങ്ങൾ ഇന്നും പറയാറുണ്ട്, മലയാളി എത്ര ചിലവാക്കിയും എത്ര രൂപയ്ക്കും വേണമെങ്കിലും മരുന്ന് കഴിക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഇത് തന്നെയാണ് നമ്മുടെ കണക്കുകളും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് സേവിക്കുന്നത് നമ്മളാണ്. പക്ഷേ ജീവിതശൈലി മാറ്റാനും ജീവിതചര്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും നമ്മൾ തയ്യാറല്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ ഈ ഹരിപ്പാട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. ഞാനത് കോഫി ഹൗസിൽ പോയി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തുടങ്ങിയ സമയത്തൊരു ദിവസം ഞാൻ രാവിലെ അവിടെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ കയറുകയാണ്. അപ്പോൾ എൻ്റെ മുൻപിലൊരു വ്യക്തിയുണ്ട്, നല്ല തടിയനാണ്. അദ്ദേഹം കഴിക്കുക മേശപ്പുറത്ത് ഉള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. അത് പല തട്ടിലായിട്ട് വരുന്നുണ്ട്, പല സാധനങ്ങളുണ്ട്. അദ്ദേഹം പോക്കറ്റിൽ നിന്നും ഓരോരോ കവർ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ആ ഓരോ കവറിൽ നിന്നും അദ്ദേഹം ഓരോ ഗുളിക എടുക്കുന്നുണ്ട്. അത് അദ്ദേഹം കഴിക്കുന്നു. അതിൻ്റെ പുറകെ ഈ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം, അതിൽ സ്വാമി പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്, അത് ഭക്ഷിക്കുകയാണ്. അപ്പം ഞാൻ ഒരു നിമിഷം ഒരു കുസൃതി എൻ്റെ മനസ്സിൽ വരികയാണ്. ഇദ്ദേഹം കഴിക്കുന്ന സാധനം തീർച്ചയായും ഒരെണ്ണം ഷുഗറിൻ്റെ ഗുളികയായിരിക്കും, ഒരെണ്ണം പ്രഷറിൻ്റെ ഗുളികയായിരിക്കും, ഒരെണ്ണം കൊളസ്ട്രോളിൻ്റെ ഗുളികയായിരിക്കും, ഒരെണ്ണം ഒരു ആസ്പിരിനായിരിക്കും. കോഫി ഹൗസിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഗുളികളെല്ലാം ഈ തരുന്ന ആഹാരത്തിൽ ചേർത്ത് തരാൻ സാധിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് സമയം ലാഭിക്കാം. ഇതാണ് ഞാൻ പറയാനുള്ള കാരണം. നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ തിരിച്ചു പോകാൻ മതി. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ചോദ്യം വരുന്നത്, എത്ര ശതമാനം? 30% ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. യു ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകൾ കേരളത്തിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന 2 ക്യാൻസറുകളാണ്. ശ്വാസകോശാർബുദവും വായ്ക്കകത്തും കഴുത്തും തൊണ്ടയിലും വരുന്ന ക്യാൻസറുകളാണ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്. ഇത് രണ്ടും പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള 2 ക്യാൻസറുകളാണ്, ഡയറക്റ്റ്ലി റിലേറ്റഡ്. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ മരിക്കാനുള്ള തീരുമാനമെടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് വായിക്കാത്ത ക്യാൻസർ വരുന്നത് ഇഷ്ടമല്ല, ശ്വാസകോശാർബുദമാണ് എനിക്ക് വേണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതി, വേറൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 90% ശ്വാസകോശ രോഗികളിലും ഒറ്റ കാരണമായിട്ട് കാണിക്കപ്പെടുന്ന പുകവലിയാണ്. 10% മാത്രമേ പുകവലിക്കത്തുള്ള ക്യാൻസർ ഉണ്ടാകുന്നുള്ളൂ. അവിടെ ഏറ്റവും പ്രധാനം ശ്വാസകോശാർബുദം നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത 5% ഉള്ളൂ, 5%. പക്ഷേ 90% തടയാൻ സാധിക്കും പുകവലിക്കായിരിക്കുകയാണെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ പാസീവ് സ്മോക്കിംഗ്, മറ്റൊരാളുടെ പുക ഏറ്റുവാങ്ങുന്നത് അതേപോലെ അപകടമാണ്. കുട്ടികളിൽ വരുന്ന പല അസുഖങ്ങളുടെയും ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാസീവ് സ്മോക്കിംഗ് ആണ്. ഒരു കുട്ടിയെ മടിയിലിച്ചൊരു അച്ഛനെ വലിക്കുമ്പോൾ അച്ഛൻ ആ കുട്ടിക്ക് സമ്മാനിക്കുന്നത് ഒരു പറ്റം അസുഖങ്ങളുടെ സമുച്ചയമാണ്. അപ്പോൾ ഒരു പാഠമായി. അതല്ല, ഞങ്ങൾക്ക് മരിക്കേണ്ടത് വായിക്കാൻ തുടങ്ങിയത് ക്യാൻസർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പുക വലിക്കേണ്ട, പുകയില ചവച്ചാൽ മതി. അപ്പോൾ ഈ 2 ക്യാൻസറുകളും നമുക്ക് 90% പുകയില മൂലമാണെങ്കിൽ എന്തുകൊണ്ട് പുകയില ഉപേക്ഷിച്ചുകൂടാ? ആ ചോദ്യം നമ്മൾ മാത്രം ചോദിച്ചാൽ പോരാ. നമ്മൾ ചോദിക്കേണ്ട മറ്റു വിഭാഗങ്ങളുമുണ്ട്. നമ്മുടെ എല്ലാ സർക്കാരുകളും, നിങ്ങൾക്ക് കാണാം, ഏത് സിനിമ എടുത്താലും, ഏത് നാടകമെടുത്താലും, ഏത് സീരിയൽ എടുത്താലും വലിക്കുന്നവർ താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി കാണും, പുകവലി ആരോഗ്യത്തിന് ഹാനികരം.
എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കേൾക്കാം, പുകവലിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാം, പടങ്ങളും കാണാം. പക്ഷെ അതിൽ നായകനും ഇപ്പോൾ നായികയും പുകവലിക്കുന്ന കാണാം. മദ്യപാനം രണ്ടാം ഭാഗം. കാരണം മദ്യപിക്കുകയും അതിൻ്റെ കൂടെ തന്നെ പുകയിലും ചേർത്ത് വായിച്ചാൽ പുകയില മൂലമുണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളുടെയും അളവ് 10 മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല, മദ്യപാനിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ആമാശയിലെ ക്യാൻസറും കരളിലെ ക്യാൻസറും കുടലിലെ ക്യാൻസറും, അതേപോലെ തന്നെ ലിവർ സിറോസിസ്. ലിവർ സിറോസിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മദ്യപാനം മാത്രമല്ല, നമ്മുടെ ആഹാര രീതികളും മേലേക്ക് വരുന്നുണ്ട്. ആഹാര രീതികളും കാരണം 40% ലിവർ സിറോസിസുകൾ ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ആൽക്കഹോൾ, നോൺ ആൽക്കഹോളിക് ആണ്. നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ മറുവശത്ത് വരികയാണ്. പുകയില വേണ്ട, മദ്യപാനം വേണ്ട, നമ്മുടെ ആഹാര രീതികൾ മാറ്റം. കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് വ്യായാമവും. ഈ 4 കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അതിന് ശ്രമിച്ചുകൂടാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സ്വാമിജി പറഞ്ഞ അവിടെ നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരും. ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കീടനാശിനികൾ സംബന്ധിക്കാം, വളങ്ങളെല്ലാം എല്ലാം സംബന്ധിക്കാം പ്രശ്നം. പക്ഷേ അതിലുപരി പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇലകൾക്കും ക്യാൻസറിനെ തടയാൻ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിച്ചേ മതിയാവും എന്ന് പറയും. ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ സ്കൂളിലേക്ക് പിണ്ടിത്തോരനോ ചീരയോ അവിയലോ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അവന് ക്ലാസ്സിൽ പോകാൻ സാധിക്കില്ല. കാരണം എല്ലാവരും കളിയാക്കും. നമുക്ക് അവിടെ വേണ്ടത് പിസയും ബർഗറും അടങ്ങുന്ന നമ്മുടെ ഫാസ്റ്റ് ഫുഡ്. അതിൻ്റെ പ്രശ്നം അവിടെയാണ്. നമ്മൾ കൊടുക്കുന്ന തലക്കെട്ടും അത് തന്നെയാണ്, ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ്. അതിന് കാരണം കൊഴുപ്പും കാലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും അതുവഴി അമിതവണ്ണം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, ക്യാൻസറുണ്ട്. അതേപോലെ കൊഴുപ്പും കാര്യമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും നാരുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് കുടലിലെ ക്യാൻസറുകൾ. പണ്ട് ഈ ക്യാൻസറുകൾ നമ്മൾ അപൂർവമായിട്ട് കാണുമായിരുന്നു. കുടലിലെ ക്യാൻസറുകൾ നമ്മൾ യു ഓൾവേസ് സേ യൂറോപ്യൻസിൻ്റെ ക്യാൻസർ. അതുകൊണ്ട് തന്നെ അന്നുള്ള പഠനങ്ങളെല്ലാം വിദേശരാജ്യത്തെ പഠനങ്ങളാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ കൂടി വരുന്ന ക്യാൻസറുകളുടെ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരെണ്ണം വൻകുടലിലെ ക്യാൻസറുകളാണ്. വൻകുടലിലെ ക്യാൻസറുകൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്ത്രീകളിൽ സ്തനാർബുദം, തൈറോയ്ഡ് ക്യാൻസർ, ഇതെല്ലാം കേരളത്തിൽ കൂടി വരികയാണ്. സ്തനാർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 50 വർഷത്തിന് മുകളിലുള്ള ക്യാൻസർ. ഇന്ന് 18 വയസ്സ് 25 വയസ്സിലുള്ള പെൺകുട്ടികൾ, ധാരാളം പെൺകുട്ടികൾ ഈ ക്യാൻസർ നമ്മളിലുണ്ട്. എന്തുകൊണ്ട് തന്നെ വലിയ ചോദ്യം വരികയാണ്. നമ്മളതിന് ഒറ്റ ഭാഗത്തേക്ക് കൊടുക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ പാശ്ചാത്യ അറിയപ്പെടുന്ന നമ്മുടെ ജീവിത ശൈലിയും ആഹാരവും തന്നെയാണെന്ന് പറയും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ 30% ക്യാൻസറുകൾ തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. മറ്റൊരു 30% നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. സ്തനാർബുദം കണ്ടുപിടിക്കാൻ സാധിക്കും, വാഗിതട ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതും 30%. അതായത് 30% തടയാൻ സാധിക്കുകയും 30% പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാനും സാധിക്കുമെങ്കിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ 50% ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രാരംഭദശയിൽ കണ്ടെത്തി ചികിത്സിക്കാനോ സാധിക്കുന്ന ക്യാൻസറുകളാണ്. ഒരു ശ്രമവും നമ്മുടെ ഭാഗം തുടങ്ങിയിട്ടില്ല. നമുക്ക് എന്നും ഒറ്റ ചോദ്യവും ഒറ്റ ഉത്തരവേ ഉള്ളൂ: അസുഖം വന്നാൽ ഞാൻ രക്ഷപ്പെടുമോ, ചികിത്സിക്കാൻ സാധിക്കുമോ? നമ്മൾ അതിൻ്റെ അപ്പുറം ചിന്തിക്കുന്നുമില്ല. നമുക്ക് ഒരു മേഖലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധവുമില്ല, ഒരു ശ്രമവുമില്ല നമ്മുടെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ക്യാൻസർ ആശുപത്രികൾ വന്നാലും എത്ര ഡോക്ടർമാർ വന്നാലും നമ്മൾ രക്ഷപ്പെടില്ല. കാരണം അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നത്തിനെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. നമ്മൾ എന്നും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്: ഈ പഴവും പച്ചക്കറിയും ഒക്കെ വിഷമല്ലേ മുഴുവൻ,
അപ്പോൾ അത് നമ്മുടെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മറ്റേത് കഴിക്കാനുള്ളതാണ്, ഒരു മാർഗമാണ്. അതായത് നമുക്ക് മത്സ്യമാംസം കഴിക്കുമ്പോൾ അവരുടെ ചോദ്യം ഇത് തന്നെയാണ്. അതായത് ഇത് മുഴുവൻ വിഷമല്ലേ, നമുക്ക് പ്രശ്നമല്ലേ, അപ്പോൾ നമുക്കത് വേണ്ടാന്ന് വെച്ച് തരുന്നതാണ്. നമ്മൾ ത്രാസ് വെച്ച് തൂക്കുകയാണ്. പച്ചക്കറി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു വശത്തും ഗുണം മറുവശത്തും. ത്രാസ് എപ്പോഴും ഗുണങ്ങളുടെ ഭാഗത്തേക്കായിരിക്കും. അതുകൊണ്ട് ഇതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല, ഒരു ന്യായവുമില്ല. തീർച്ചയായും നമുക്ക് മാറ്റം ആവശ്യമാണ്. നമുക്ക് സ്വയം ജൈവകൃഷി നമ്മുടെ മുമ്പിലുള്ള പദ്ധതി തന്നെയായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായും നമുക്കൊരു അനുഗ്രഹമായിട്ട് തന്നെ വരും. പക്ഷേ അതൊരു കാരണമായിട്ട് എടുത്തുകൊണ്ട് നമ്മളിത് കഴിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ നേടും. അപ്പോൾ ഈ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ചേഞ്ച് ഇൻ യുവർ ഡയറ്റ് ഹാബിറ്റ്സ് പ്ലസ് എക്സസൈസ്. ഇനി അസുഖത്തിനെ കുറിച്ച് ഞാൻ പറയാം. അസുഖം വന്ന് രക്ഷപ്പെടുന്നവർ, ആ രക്ഷപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ക്യാൻസർ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന അസുഖം തന്നെയാണ്. പക്ഷേ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ പ്രാരംഭ ദശയിൽ വന്ന് വേണ്ട വിധത്തിൽ ചികിത്സിക്കണം. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഇസ് ക്യൂറബിൾ, രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ രക്ഷപ്പെടുന്നവർ എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് സമൂഹമാണ്. ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചുയർത്താൻ മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടും. ഞാൻ അവിടെയാണ് പറഞ്ഞത്, നമ്മൾ ഈ എല്ലാ ദൈവങ്ങളെയും കാണുന്ന അവിടെയെന്ന് പറയുന്നതാണ്. എല്ലാ ദൈവങ്ങളെയും. കാരണം ഒരു ബന്ധവുമില്ലാതെ കൂടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, വെറും പരിചയത്തിൻ്റെ പേരിൽ മാത്രം. അതേ സമയത്ത് സ്വന്തം ഭാര്യ, ഭർത്താവ്, സഹോദരന്മാരെ ഉപേക്ഷിച്ച് ഈ നിമിഷത്തിൽ പോകുന്ന കുട്ടികളും ധാരാളമുണ്ട്. മക്കളെ ഉപേക്ഷിച്ച് പോകുന്നതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രം. ഇതുപോലെ അത് ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്. അതായത് അവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു കുട്ടി, അവളുടെ കൂടെ എന്നും വന്നുകൊണ്ടിരുന്ന അമ്മയാണ്. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ നോർത്ത് ഇന്ത്യ, തെക്കേന്ത്യയിലാണ്, വടക്കേന്ത്യയിലാണ്. ഈ കുട്ടി തെക്കേന്ത്യയിൽ വളരുന്നു, അച്ഛൻ വടക്കേന്ത്യയിൽ വളരുന്നു. ഒരു ദിവസം 2-3 ദിവസം അമ്മയില്ല കൂടെ. രണ്ടാമത്തെ ദിവസമില്ല, ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഇവിടെ പോയില്ല, അമ്മ എന്നെ ഉപേക്ഷിച്ച് വേറെ ആളുടെ കൂടെ പോയെന്ന് പറഞ്ഞു. വളരെ അപൂർവമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നവരെയും ഭർത്താക്കളെ ഉപേക്ഷിച്ച് ധാരാളം ആൾക്കാരെ കാണാറുണ്ട്. അതായത് അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. മറുവശത്തെ ദൈവങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വർക്കല സ്വദേശിയാണ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. അതിനെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമേ ഉള്ളൂ, 10th day ഓഫ് ദി മാരേജ്. കാലിലെല്ലിൽ ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നു. ആ കാല് മുറിച്ച് കളയുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം ഇവിടെയല്ല, അദ്ദേഹം ജോലി ചെയ്യുന്നത് ദുബായിലാണ്. ഒരു സാധാരണ ജോലിക്കാരൻ, എന്നെ പറഞ്ഞ ഒന്ന് പറയാൻ സാധിക്കും, സാധാരണ ഒരു മനുഷ്യൻ. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞു കൊടുത്തൊരു കുടുംബം, ഭാര്യയുടെ കുടുംബം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 മാർഗങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ. 10 ദിവസത്തെ ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഞാൻ വേണേൽ തിരികെ പോവാം, ഇതെനിക്ക് മറക്കാം, അസുഖവും മറക്കാം, ഭാര്യയെ മറക്കാം, എനിക്ക് തിരികെ വേണേൽ പോയി ജീവിക്കാം. രണ്ടാമത്തെ മാർഗം, ഞാൻ പോയി ജോലി ചെയ്യണം, അവിടുന്ന് കിട്ടുന്ന പൈസ ഇങ്ങോട്ട് അയച്ചു തരാൻ സാധിക്കും, അതുകൊണ്ട് അവളുടെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകണം. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ മാർഗം സ്വീകരിക്കുകയാണ്, ഞാൻ തിരികെ പോവുകയാണ്, ഞാൻ ഇവളെ ഡോക്ടറെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഓരോ മാസവും ചികിത്സയുടെ ചിലവിനായിട്ട് ഞാൻ പൈസ അയച്ചു തരാം, ചികിത്സിക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ പോയി ഓരോ മാസവും ഇതുപോലെ തെറ്റാതെ മുടങ്ങാതെ ചികിത്സയ്ക്കായി പൈസ അയച്ചു തരും. ചികിത്സ കഴിഞ്ഞു, പരിപൂർണ ആരോഗ്യവതിയായി. ഇന്നും ഫോണിൽ ഞാനുമായിട്ട് ബന്ധപ്പെടും. അന്ന് ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, BEd കഴിഞ്ഞു, സ്കൂൾ ടീച്ചറായി, DE ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോഴും വർക്കലയിൽ സുഖമായി ജീവിക്കുന്ന ഒരു കുടുംബം.
അദ്ദേഹം തിരികെ വന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് എല്ലാവരും 2 കുട്ടികളുണ്ട്, സുഖമായിട്ട് ജീവിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ കാണാം. അതേ സമയത്ത് കയ്യിൽ ധാരാളം പൈസ. ഇവിടെ വരുന്നത് മിക്കവാറും അച്ഛൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ സമയത്ത് വരും. കയ്യിലൊരു ടിക്കറ്റ് ഉണ്ടാവും, അത് റിട്ടേൺ ടിക്കറ്റാണ്, തിരികെ അമേരിക്കയിലേക്ക് പോകുന്ന ടിക്കറ്റാണ്. അദ്ദേഹം ഓരോ ദിവസവും അക്ഷമനാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ അമ്മ മരിച്ച് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് അന്ത്യകർമ്മവും ചെയ്ത് തിരികെ പോകാനുള്ള സമയം വേണം. ആ ടിക്കറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസം വന്ന് ചോദിക്കും, എന്ന് സംഭവിക്കും. ആ സംഭവം അമ്മ രക്ഷപ്പെടുന്ന സംഭവമല്ല, എന്ന് അമ്മ മരിക്കും അല്ലെങ്കിൽ എന്ന് അച്ഛൻ മരിക്കും. കാരണം അദ്ദേഹത്തിന് ദിവസം വേണം, 2 ദിവസമെങ്കിലും വേണം കർമ്മം കഴിഞ്ഞ് തിരികെ പോകാനായിട്ട്. നമ്മൾ കാണുന്ന അസുരന്മാർ ഇതുപോലെ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവരെല്ലാം നമ്മുടെ മുമ്പിലുള്ള ജീവിതങ്ങൾ തന്നെയാണ്. ആ ജീവിതങ്ങൾ കാണുമ്പോൾ ഇന്ന് മഹാഭാരതവും രാമായണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പഠിപ്പിക്കണം, വായിച്ച് കേൾപ്പിക്കണം. ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണം. എങ്ങനെ ജീവിക്കണം അത് അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ പേരുടെയെങ്കിലും മനസ്സ് നമുക്ക് മാറ്റാൻ സാധിക്കും. നല്ലൊരു നാളെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അവർ മുന്നോട്ട് പോകട്ടെ. അല്ലാതെ അക്രമവും മാത്രം കണ്ടുകൊണ്ടും സിനിമകളിലൊക്കെ കാണുന്ന മുഴുവൻ അങ്ങനെ നമ്മളിപ്പോൾ കാണാം. നമുക്ക് എത്ര പേരെ കൊല്ലുന്നോ അത്രയും നല്ല സിനിമയാണ്. എത്ര അക്രമമുണ്ടോ അത്ര. നിങ്ങൾക്ക് അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ എത്ര സിനിമകൾ ദേ ആൾ സക്സസ്ഫുൾ. കാരണം അതെല്ലാം അവസാനം കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാത്തൊരു മനസ്സുമായിട്ട് ജീവിക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹവും നമുക്ക് പടുത്തുയർത്താനായിട്ട് നമ്മുടെ ഒരു വലിയ പങ്കുണ്ട്. ആ പങ്കിൻ്റെ ചെറിയ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ രാമായണ മാസം പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ദർ ഇസ് എ മീനിങ് ഇൻ ദിസ് മന്ത്. ഈ ഒരു മാസത്തിന് അർത്ഥമുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ സാധ്യമായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.